ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പോയമാണ്, എ സാം ഓഫ് ലൈഫ് ബൈ ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. സോ ആദ്യം തന്നെ ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ നമുക്ക് നോക്കാം. എ സാം ഓഫ് ലൈഫ്. സാം എന്ന് പറഞ്ഞാൽ നമ്മൾ PSALM ആണ് സ്പെല്ലിംഗ് എങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സാം എന്നാണ്. അവിടെ പിയും എല്ലും സൈലൻ്റ് ആണ്. സോ എ സാം ഓഫ് ലൈഫ്. സാം എന്നുള്ള വേർഡിൻ്റെ മീനിങ് സേക്രഡ് എന്നാണ്. സേക്രഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവിത്രമായ എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. സോ എ സേക്രഡ് സോങ് ഓഫ് ലൈഫ് എന്നാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ്. നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള പവിത്രമായ ഒരു സംഗീതം. സോ ഈ പോയം എഴുതിയിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പോയറ്റായ ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ആണ്. പിന്നെ പോയത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. പോയത്തിന് നമുക്ക് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മീനിങ്ങേ ഉള്ളൂ എന്ന് പറയാനായിട്ട് പറ്റില്ല. അത് ആ പോയം വായിക്കുന്ന ആൾക്കാർക്കനുസരിച്ച് പോയത്തിൻ്റെ മീനിങ്സും ഡിഫറെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതിയാണല്ലോ. സോ അതനുസരിച്ച് പോയത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഈ ഒരു പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. The poem A Psalm of Life is written by Henry Wadsworth Longfellow, a famous American poet. It is a motivational and inspirational poem that encourages people to live life with purpose and courage. The poet tells us not to waste time or be sad about the past. Instead, we should work hard, be brave, and make the most of every moment. The poem teaches us to live actively and leave a positive mark on the world. സോ ഈ ഒരു പോയത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പോയത്തിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. നമ്മുടെ ലൈഫിനെ കുറിച്ചാണ് ഈ ഒരു പോയം പറയുന്നത്. അതുപോലെ നമ്മളെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ് എ സാം ഓഫ് ലൈഫ്. പോയത്തിലെ മെയിനായിട്ടുള്ള ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാസ്റ്റിലുണ്ടായ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയോ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ആശങ്കപ്പെടുകയോ ചെയ്യാതെ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. അതാണ് ഈ ഒരു പോയം പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവാം. അതുപോലെ ഇനി നമ്മുടെ ഭാവി എന്താകും എന്നുള്ള ഒരു ടെൻഷനും നമുക്കുണ്ടാവും. സോ അങ്ങനെ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഒന്നും ഓർത്ത് വിഷമിക്കാതെ, ടെൻഷനാകാതെ നമ്മളുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ കൊണ്ടുപോവുക. അതാണ് മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ലൈഫിനെ കുറിച്ചാണ് ഈ ഒരു പോയം പറയുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. Tell me not in mournful numbers, life is but an empty dream. For the soul is dead that slumbers, and things are not what they seem. Life is real, life is earnest, and grave is not its goal. സോ ഇത്രയും ഒരു സ്റ്റാൻസാണ് മീനിങ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ആ സ്റ്റാൻസായുടെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ പോയിറ്റ് സേസ് നോട്ട് ടു സ്പീക്ക് ഇൻ എ സാഡ് ഓർ ഹോപ്പ്ലെസ് വേ ബൈ സേയിങ് ദാറ്റ് ലൈഫ് ഈസ് ജസ്റ്റ് എ യൂസ്ലെസ് ഡ്രീം. ഹീ ബിലീവ്സ് ദാറ്റ് തിങ്കിങ് ലൈക്ക് ദിസ് ഈസ് റോങ്. ഫസ്റ്റിലെ തന്നെ പോയിറ്റ് എന്താണ് പറയുന്നത്? നമ്മുടെ ലൈഫ് എന്നത് ഒരു എംപ്റ്റി ഡ്രീം ആണെന്ന് ഒരിക്കലും പറയരുത്. നമ്മുടെ ലൈഫ് ഒരിക്കലും ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഡ്രീം അല്ല. അങ്ങനെ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും തന്നെ എന്താണ്? വലിയൊരു തെറ്റാണ്. A person who lives without purpose is like a soul that is sleeping or dead. ഒരു പർപ്പസുമില്ലാതെ, ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോൾ, അവരുടെ ആത്മാവെന്ന് പറയുന്നത് ഉറങ്ങുകയോ അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മളിങ്ങനെ വെറുതെ ജീവിച്ച് തീർക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ലൈഫ് ഒരിക്കലും വേസ്റ്റ് ആയിട്ടുള്ള ഒന്നല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. Life is not fake or meaningless. It is real and serious. Our goal in life is not just to die and go to the grave. We are meant to live with purpose and do meaningful things. അല്ല, നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് വെച്ചാൽ ജീവിക്കുക, മരിക്കുക എന്നുള്ളതാവരുത്. സോ നമ്മൾ ഈ ലോകത്ത് ജനിച്ചാൽ ഏറ്റവും ആ ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണമാണ്. സോ നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം മരണം എന്നുള്ളത് മാത്രമാവരുത്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ഒരു സമയം നമുക്ക് എത്രത്തോളം നന്നായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ലോകത്തിന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുക. നമ്മുടെ ലൈഫ്, നമ്മുടെ ടൈം ഒന്നും വേസ്റ്റ് ആക്കാതെ എപ്പോഴും അത് ഉപയോഗപ്രദമാക്കിക്കൊണ്ടിരിക്കുക. വെറുതെ ജീവിച്ച് മരിക്കരുത്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ. Dust thou art, to dust returnest, was not spoken of the soul, not enjoyment and not sorrow is our destined end always, but to act that each tomorrow find us further than today.
This line references the biblical idea that humans are made from dust and return to dust when they die. This means our bodies are made of dust and will return to dust after death. സോ ഇവിടെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. ബൈബിളിലെ ഒരു ഭാഗം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് ഡസ്റ്റ് ദോ ആർട്ട് ടു ഡസ്റ്റ് റിട്ടേണസ്റ്റ്. അതായത് മനുഷ്യൻ എന്താണ്, ഡസ്റ്റ് കൊണ്ടാണ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡസ്റ്റിലേക്ക് തന്നെയാണ് മനുഷ്യൻ അവസാനം എത്തിച്ചേരുന്നതും. സോ ആ ഒരു ഐഡിയ ആണ്, ആ ഒരു ബിബ്ലിക്കൽ ഐഡിയ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഡസ്റ്റ് കൊണ്ടാണ്. ആ ഡസ്റ്റിലേക്ക് തന്നെയാണ് മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്നതും. ബട്ട് ദിസ് ഈസ് നോട്ട് ട്രൂ ഫോർ അവർ സോൾ. ദ സോൾ ലീവ്സ് ഓൺ ആൻഡ് ഡസ് നോട്ട് ഡൈ. പക്ഷേ ആ ഒരു മരണം സംഭവിക്കുന്നത് നമ്മുടെ ബോഡിക്ക് മാത്രമാണ്. നമ്മുടെ ശരീരം മാത്രമാണ് ആ മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. അപ്പോഴും നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ സോൾ എന്താണ്, മരിച്ചിട്ടില്ല. നമ്മുടെ ആത്മാവ് അപ്പോഴും ജീവനോടെ ഉണ്ട്. We are not meant to live just for fun or to suffer all the time. Life is not only about being happy or sad. Our true purpose is to keep doing good things and improving ourselves. Each day we should try to become better than we were the day before. സോ നമ്മളുടെ ജീവിതത്തിൽ എന്താണ്, എപ്പോഴും സന്തോഷങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, എപ്പോഴും സങ്കടങ്ങളും മാത്രമല്ല ഉണ്ടാവുക, അല്ലേ? അതെപ്പോഴും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ചില സമയങ്ങളിൽ നമുക്ക് സങ്കടങ്ങളായിരിക്കും, ചില സമയങ്ങളിൽ സന്തോഷങ്ങളായിരിക്കും. സോ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ അതൊക്കെ നമ്മൾ നേരിടുക, അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടിയും എപ്പോഴും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മളുടെ ഓരോ ദിവസങ്ങളും ബെറ്റർ ആക്കാനായിട്ട് നോക്കുക. ഇന്നത്തെ ദിവസം ഇന്നലത്തെക്കാട്ടിലും അതുപോലെ നാളത്തെ ദിവസം ഇന്നത്തെക്കാട്ടിലും ബെറ്ററായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സോ അതാണ് സെക്കൻഡ് സ്റ്റാൻസിയിൽ പറയുന്നത്. ആർട്ട് ഈസ് ലോങ് and time is fleeting, and our hearts, though stout and brave, still like muffled drums, are beating funeral marches to the grave. This means that creating great things takes a long time, but our time on earth is short and passes quickly. Even though we may be strong and courageous, our hearts keep beating quietly like a drum at a funeral, reminding us that we are slowly moving toward death. സോ ഈ ഒരു ഭാഗത്ത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. വളരെ ചെറിയ ഒരു കാലഘട്ടത്തെ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ആ ജീവിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയും ചെയ്യും. സോ എത്ര ധൈര്യമുള്ള ആളാണ്, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്, എത്ര പാവപ്പെട്ടവനായാലും എത്ര പണക്കാരനായാലും മരണം എന്നുള്ളത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റിനെ ഒരു ഫ്യൂണറലിൽ പ്ലേ ചെയ്യുന്ന ഡ്രം ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റിനെ ഫ്യൂണറലിൽ പ്ലേ ചെയ്യുന്ന ഡ്രമ്മിൻ്റെ സൗണ്ടായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഓരോ ഹാർട്ട് ബീറ്റ് തീരും തോറും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹാർട്ട് ബീറ്റിനെ ഡ്രംസിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ആ ഹാർട്ട് ബീറ്റ് അത് അവിടെ ഉപയോഗിക്കാൻ കാരണം അല്ലെങ്കിൽ അതിലൂടെ പോയിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ ഹാർട്ട് ബീറ്റ് അവസാനിക്കും തോറും നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. In short, life is short even for brave people, and we are all slowly moving toward death. So we should use our time wisely to do meaningful things. സോ ഒന്നുമില്ല, ഈ ഒരു സ്റ്റാൻസയിൽ പറഞ്ഞു വെക്കുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. എത്ര ബ്രേവ് ആയിട്ടുള്ള, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും അവരും മരിക്കും, അല്ലേ? എല്ലാവർക്കും മരണം എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ വളരെ വൈസായിട്ട് യൂസ് ചെയ്യുക, വളരെ ബുദ്ധിപൂർവ്വം വളരെ യൂസ്ഫുൾ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലൈഫ് എപ്പോഴാണ് മീനിങ് ഫുൾ ആവുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആവുന്നത്. In the world's broad field of battle, in the bivouac of life, be not like dumb driven cattle, be a hero in the strife. Life is like a big battlefield, and we are all living in it like soldiers resting in a camp. Don't live like silent, helpless animals that are just pushed around without purpose. Instead, be brave and strong like a hero. Face life's struggles with courage and purpose. സോ ഈ ഒരു
ഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനെ കുറിച്ചാണ്. നമ്മൾ മുമ്പേ ഒരു കമ്പാരിസൺ കണ്ടു കഴിഞ്ഞ സ്റ്റാൻസയിൽ. അതുപോലെ ഈ ഒരു സ്റ്റാൻസയിലും ഒരു കമ്പാരിസൺ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ലൈഫിനെ ഒരു ബാറ്റിൽ ഫീൽഡായിട്ടാണ് പോയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൈഫിനെ ഒരു ബാറ്റിൽ ഫീൽഡ്, ഒരു യുദ്ധഭൂമിയായിട്ടാണ് പോയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ആ യുദ്ധഭൂമിയിലെ സോൾജിയേഴ്സാണ് നമ്മളെല്ലാവരും. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ബാറ്റിൽ ഫീൽഡാണ്. ആ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സോൾജിയേഴ്സാണ് നമ്മൾ ഓരോരുത്തരും. സോ അവിടെ എന്താണ്, നമ്മളാണ് ഹീറോസ്. ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് വരും അല്ല, ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും. സോ അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. സോ നമ്മൾ എന്താണ് ലൈക്ക് സോൾജിയേഴ്സിനെ പോലെയാണ്. നമ്മൾ ഒരിക്കലും എന്തുപോലെ ആവരുത്. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ഹീറോ ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ കന്നുകാലികളെ കണ്ടിട്ടുണ്ടല്ലോ, പശുക്കൾ. അവരെ എന്താണ് എപ്പോഴും കൂടെ ഒരാൾക്കാരിങ്ങനെ മേയിച്ചുകൊണ്ട് നടക്കും അല്ലേ, അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. സോ നമ്മളുടെ ലൈഫ് ഒരിക്കലും അത്തരത്തിലെ ക്യാറ്റിൽസിനെ അല്ലെങ്കിൽ അതുപോലത്തെ കന്നുകാലികളെ പോലെ ആവരുത്. മറ്റൊരാളുടെ കൺട്രോളിലാവരുത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മളുടെ ലൈഫിൽ നമ്മൾ തന്നെ ആയിരിക്കണം എപ്പോഴും ഹീറോ. Life is full of challenges, so don't follow others blindly. Be brave, take control and fight your own battles with courage. മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ ബാറ്റിൽ ചെയ്ത് നമ്മൾ തന്നെ ഹീറോ ആയിട്ട് മുന്നോട്ട് പോവാം. Trust no future, however pleasant. Let the dead past bury its dead. Act in the living present. Hurt within and good overhead. Don't depend on the future, even if it looks bright. It's not guaranteed. Forget the past, it's over and can be changed. Let it stay behind. സോ ഇതാണ് ഈ ഒരു പോയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇവിടെ എന്താണ് പറയുന്നത്, നമുക്ക് നമ്മുടെ ഭാവി എന്താണെന്ന് അറിയില്ല അല്ല, മുന്നോട്ട് ഇനി എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് ഒരു അറിവുമില്ല. സോ അതിനെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. വരുന്നത് വരട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യം നമുക്ക് തിരുത്താനും പറ്റില്ല. നമുക്ക് ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ച് സഞ്ചരിക്കാനോ അന്ന് സംഭവിച്ച തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ മാറ്റാനോ ഒന്നും നമുക്ക് പറ്റില്ല. സോ അതും മറക്കുക. സോ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആകണ്ട, പാസ്റ്റിനെ കുറിച്ച് വിഷമിക്കുകയും വേണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഡു സംതിങ് നൗ, ടേക്ക് ആക്ഷൻ ടുഡേ. ഹാവ് കറേജ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് ഗോഡ് ഈസ് വാച്ചിങ് ഓവർ യു. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? നമ്മളുടെ പ്രസൻറ്റ് ടൈമിലാണ് അല്ലേ. സോ നമ്മൾ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ഏറ്റവും ബെസ്റ്റാക്കി തീർക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കണ്ടുകൊണ്ട് ദൈവം മുകളിലിരിപ്പുണ്ട്. ഡോണ്ട് റിലൈ ഓൺ ദ ഫ്യൂച്ചർ ഓർ വറി അബൌട്ട് ദ പാസ്റ്റ്. ലീവ് ഫുള്ളി ഇൻ ദ പ്രസൻറ്റ് വിത്ത് കറേജ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ് അല്ലേ. മറ്റ് ഫ്യൂച്ചറും പാസ്റ്റും ഒന്നും ഓർക്കാതെ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് വളരെ ഹാപ്പി ആയിട്ട്, വളരെ ബ്രേവായിട്ട് ദൈവത്തിലേക്ക് വിശ്വസിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ്, നെക്സ്റ്റ് സ്റ്റാൻസ. ലൈവ്സ് ഓഫ് ഗ്രേറ്റ് മെൻ all remind us we can make our lives sublime, and departing leave behind us footprints on the sands of time, footprints that perhaps another, sailing over life's solemn main, a forlorn and shipwrecked brother seeing shall take heart again. ഈ ഒരു സ്റ്റാൻസിൽ എന്താ പറയുന്നത്? ഗ്രേറ്റ് പീപ്പിൾസ് ലൈഫ് ഷോ us that we can also live in a good and noble way. When we die, we can leave behind good example for others to follow. Someone who feels lost or sad might see what we did and feel hopeful again. സോ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ. ഒരുപാട് നല്ല രീതിയിൽ ജീവിതം നയിച്ചു പോയ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അവരൊരു മാതൃകയാണ്. സോ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഗ്രേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളതും. സോ നമുക്കും അങ്ങനെ പറ്റും. ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയായി തീരാനായിട്ട് നമുക്ക് പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ല കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തു നിന്നും പോയാലും നമ്മൾ ചെയ്ത ഈ ഒരു പ്രവൃത്തി ഇവിടെയുള്ള വരും തലമുറകൾക്ക് ഒരു മാതൃകയായിട്ട് ഈ ലോകത്ത് തന്നെ ഉണ്ടാവും. ഇനി ലാസ്റ്റ് സ്റ്റാൻസ. ലെറ്റ് us then be up and doing with a heart for any fate, still achieving, still pursuing, learn to labor and to wait. So we should get up and take action. Be ready for whatever happens in life.
കീപ് വർക്കിംഗ് ഹാർഡ് ആൻഡ് കീപ് ചേസിങ് അവർ ഗോൾസ്. വി മസ്റ്റ് ലേൺ ടു വർക്ക് പേഷ്യൻ്റ്ലി ആൻഡ് നോട്ട് ഗിവ് അപ്പ്. സോ ഫൈനലി എന്താണ് പറയുന്നത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുക. അല്ല, എന്ത് വന്നാലും അതിനെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം നമ്മളെപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട്. ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ആയിരിക്കണം നമ്മളെപ്പോഴും സഞ്ചരിക്കേണ്ടത്. വി മസ്റ്റ് ലേൺ ടു വർക്ക് പേഷ്യൻ്റ്ലി ആൻഡ് നോട്ട് ഗിവ് അപ്പ്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോളിൽ എത്തിച്ചേരാനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ എപ്പോഴെങ്കിലും നമ്മളുടെ ആ ഒരു ഗോൾ നമുക്ക് കിട്ടും. സോ ഒരിക്കലും അതിനെ ഗിവ് അപ്പ് ചെയ്യരുത്. ജീവിതം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ. ലൈഫിനെ കുറിച്ചാണ് ഈ പോയം പറയുന്നത്. ഒരു ഇൻസ്പിറേഷണൽ പോയമാണിത്. സോ എല്ലാവർക്കും ഈ പോയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.